താങ്ക് യു ഫ്രണ്ട്സ്. ഒരിക്കൽ കൂടി പറയുന്നു, നരേന്ദ്രമോദി നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മാധ്യമ വായ്ത്താളങ്ങൾക്കിടയിലൂടെ ഊക്കിപ്പോകുന്നത് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ നിങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് മിസ്റ്റർ മോദി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന വാർത്ത നൽകുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന CJPയുടെ പ്രധാന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ അത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിജയമായി മാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയത്. അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ മോദി സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, നീറ്റ് പരീക്ഷ മുടങ്ങിയത് കാരണം മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നിവയായിരുന്നു സമരക്കാരുടെ 3 ആവശ്യങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ചതിനാൽ ബാക്കി 2 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി സമരക്കാർ എന്ത് നിലപാട് എടുക്കുമെന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 4 ആഴ്ചകളായി ജന്തർ മന്ദിറിൽ സമരം തുടരുകയാണ്. സമരം അടിച്ചമർത്താനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടാൻ കാരണമായി. ആദ്യം ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ സമരം വ്യാപിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. ഇപ്പോൾ സമരക്കാരുടെ പ്രധാന ആവശ്യവും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJPക്കേറ്റ തിരിച്ചടി കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ ശക്തമായ സമരമുറയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ CJPയുടെ വിജയത്തിൽ ഒരു പങ്ക് കോൺഗ്രസ് നേതാക്കളും അർഹിക്കുന്നുണ്ട്. CJP പ്രവർത്തകരുടെ ഈ വിജയത്തിൽ അഭിമാനപൂർവ്വം പ്രശംസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ രീതിയിൽ ശബ്ദമുയർത്തിയിരുന്ന യുവ കോൺഗ്രസ് നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷവും അദ്ദേഹം പിണറായിക്കെതിരെയുള്ള തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കറകളഞ്ഞ ഹൈന്ദവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താകുന്നതിന് മുൻപും ശേഷവും അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു BJP ചായ്വായി കണ്ടുകൊണ്ട് രാഹുലിനെതിരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട സമയത്ത് തുടക്കഘട്ടത്തിൽ BJP ശക്തമായി പ്രതികരിച്ചുവെങ്കിലും പിന്നീട് അത് പാലക്കാട്ടും അവിടുത്തെ പ്രശാന്ത് ശിവനിലും മാത്രമായി ഒതുങ്ങി എന്നതും ഒരു വാസ്തവമാണ്. അതിന് പിന്നിലുള്ള കാരണമായി പറയപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ തിരിച്ചെടുക്കാതിരിക്കുകയും അദ്ദേഹം പിണറായി വിജയനെതിരെ ശക്തമായി സംസാരിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ അവസാനം നിവൃത്തികെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ അഭയം BJPയിൽ കണ്ടെത്തിയേക്കുമെന്ന ചെറിയ പ്രതീക്ഷ കേരളത്തിലെ മുതിർന്ന BJP നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഇനി ആ പ്രതീക്ഷ ഒട്ടും തന്നെ വേണ്ട. പിണറായി വിജയനെതിരെ രാഹുൽ പറഞ്ഞതിന്റെ 3 ഇരട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പുതിയ വീഡിയോയിലൂടെ വിമർശിച്ചിരിക്കുന്നത്. വീഡിയോ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ് ആണെന്നല്ലേ? നരേന്ദ്രമോദിയുടെ ഫ്രണ്ട്സ് അല്ല, രാജ്യത്തിന്റെ ഫ്രണ്ട്സ്. തനിക്കെതിരെ എത്ര വലിയ ജനാധിപത്യപരമായ ന്യായമായ സമരമുണ്ടായാലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഏകാധിപതിയായി താൻ മുന്നോട്ട് പോകുമെന്ന നരേന്ദ്രമോദിയുടെ അധികാരത്തിന്റെ, അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, ധിക്കാരത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്ന നിമിഷമാണ്. ആ തിരിച്ചടി കൊടുത്തത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളാണ്. ഒഡീഷയിൽ എപ്പോഴോ നേടിയ ഒരു വിജയത്തിന്റെ പേരിൽ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി തുടർച്ചയായി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും സംരക്ഷിച്ചു നിർത്തിയ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തോറ്റുപോയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് അറിയുന്ന ഈ നിമിഷം അത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ വിജയമാണ്. മിസ്റ്റർ മോദി, ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ന്യായമായി നടത്തിയ ഒരൊറ്റ സമരം പോലും തോറ്റുപോയ ചരിത്രമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിച്ച ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ നിങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമരം ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ചൈനീസ് ചാരന്മാരെന്ന് വിളിക്കാം, പാകിസ്ഥാന്റെ ഒറ്റുകാരെന്ന് വിളിക്കാം, അമേരിക്കയുടെ പണം പറ്റുന്നവരെന്ന് വിളിക്കാം, രാജ്യദ്രോഹികളെന്ന് വിളിക്കാം, ദേശവിരുദ്ധരെന്ന് വിളിക്കാം, തീവ്രവാദികളെന്ന് വിളിക്കാം. അവരെ പാറ്റകളാക്കാം, പഴുതാരകളാക്കാം, പല്ലികളാക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ പിന്തുണ ആ വിദ്യാർത്ഥികൾക്കൊപ്പമാണുള്ളത്. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ മുദ്രാവാക്യങ്ങളുമായി ജന്തർ മന്ദറിലേക്ക്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കുമൊക്കെ കടന്നു വന്ന വിദ്യാർത്ഥികൾ
അവർക്ക് നേരെ ഏറ്റവും ക്രൂരമായ ലാത്തിച്ചാർജ് ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ റബ്ബർ പല്ലറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ഗ്രനേഡുകൾ ഉതിർക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യദാർഢ്യം, ഈ രാജ്യത്തിന്റെ പിന്തുണ അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് വിളിച്ചാലും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും കമന്റുകളിലൂടെ വന്ന് നിങ്ങളെ ഊക്കിപ്പോകുന്നത് ഈ രാജ്യത്തിന്റെ പിന്തുണ ആ ചെറുപ്പക്കാർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് ഏറ്റവും ന്യായത്തിന്റെ ശബ്ദമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഉറക്കമുളച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഗുജറാത്തിലെ ചോര കണ്ടു മറന്ന നിങ്ങൾക്ക് ഈ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത 22 ചെറുപ്പക്കാരുടെ വേദന എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. അവരുടെ മാതാപിതാക്കളുടെ ആശങ്ക എന്താണെന്ന് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ രാജ്യത്തിന് അതെല്ലാം മനസ്സിലാകും. വിദ്യാഭ്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അങ്ങേക്ക്, താങ്കൾ പഠിച്ച കോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണെന്നറിയാത്ത, പഠിപ്പിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെയാണെന്നറിയാത്ത, പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതേതാണെന്ന് പോലും അറിയാത്ത അങ്ങേക്ക് ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ നടത്തുന്ന അഴിമതികളെപ്പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഈ രാജ്യത്തിനത് തിരിച്ചറിയുവാൻ കഴിയുന്നത് കൊണ്ടാണ് ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും നിങ്ങളുടെ മാധ്യമ വായ്ത്താളങ്ങൾക്കിടയിലൂടെ, നിങ്ങളുടെ മാധ്യമ പുകഴ്ത്തലുകൾക്കും വിമർശനങ്ങളെയും ഒന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് പിന്തുണയുമായി കടന്നുപോയത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സൂപ്പർ സ്റ്റാറുകളുടെ വലിയ താരനിര ഉണ്ടായേക്കാം, പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നിലപാടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഈ സമരം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകുവാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യന്റെ പേരുണ്ട്. നിങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്ന, നിങ്ങൾ നിരന്തരമായി ആക്ഷേപിക്കുന്ന, നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന, പക്ഷെ ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ രൂപം, അദ്ദേഹത്തിന്റെ സമരം. വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ ഏറ്റവും ക്രൂരമായ അക്രമം നേരിടുമ്പോൾ ആ രാത്രിയിൽ തന്നെ സമരത്തിന് പിന്തുണയുമായി കടന്നു വന്ന രാഹുൽ ഗാന്ധിയുടെ ആ നിമിഷം മുതൽ ഈ സമരം ടോപ്പ് ഗിയറിലേക്ക് പോവുകയും ടോപ്പ് ലെവലിലേക്ക് ആവുകയും ചെയ്തതാണ്. അവിടെ വെച്ച് ഈ രാജ്യം തിരിച്ചറിഞ്ഞതാണ്, അവിടെ വെച്ച് ഈ രാജ്യം എഴുതിയിട്ടതാണ് ഈ സമരം തോൽക്കുവാൻ പാടില്ല. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ സമരത്തിന്റെ വിജയമാണ്. ആ സമരത്തിന് എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി പറയുന്നു. നരേന്ദ്രമോദി നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ കോട്ടക്കൊത്തളങ്ങൾ, ഫാഷിസ്റ്റ് കോട്ടകൾ അതൊന്നൊന്നായി തരിപ്പണമാകുവാൻ പോവുകയാണ്. അത് തകർക്കുവാൻ പോകുന്നത് നിങ്ങൾ പാറ്റകളെന്നും പഴുതാരകളെന്നും പല്ലികളെന്നും വിളിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ ഇത്തിരിപ്പോന്ന പിള്ളേരെന്ന് വിളിക്കുന്ന ആ കുട്ടികൾ തന്നെ വന്ന് നിങ്ങളുടെ സിംഹാസനത്തെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ താഴെ ഇറക്കും. അപ്പോൾ ഈ സമരത്തിന് സമരാഭിവാദ്യങ്ങൾ.